സ്ഥാനം ആശ്രയമനിലത്രേ യേശു എന്നടിസ്ഥാനം ആശ്രയമനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. നമ്മൾ വായിച്ച വേദഭാഗം 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം എന്ന് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ മോശമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുന്നതിന് തന്നെ നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. നമ്മൾ വായിച്ച വേദഭാഗം ഇത് അല്പം മുകളിലോട്ട് വായിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ രക്ഷയെ എങ്ങനെ നൽകിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പൗലോസ് പ്രത്യേകിച്ച് ദൈവശക്തി എങ്ങനെ വെളിപ്പെട്ടു, ആർക്ക് വെളിപ്പെട്ടു എന്ന് പല കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എടുത്തു പറയുന്ന കാര്യമാണ്, ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്ത് ആർക്കാണ് വേണ്ടി? ജ്ഞാനികൾ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ മോശമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്ത്. ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് 2 സംഭവങ്ങളാണ്. ഒന്ന്, ഗിദെയോനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ ഗിദെയോൻ ശരിക്കും ഒരു പേടി അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായി കാണപ്പെട്ടു. ആ സമയത്ത് നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ അവർ എന്തൊക്കെ വിളവെടുത്തോ അതൊക്കെ മോഷിപ്പാൻ മിദ്യാന്യർ വന്ന് മോഷിച്ചു പോകും. അതുകൊണ്ട് ഈവൻ ഒരു സ്ഥലത്തിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് പേടിച്ചാണ് അവൻ ആയിരിക്കുന്നത്. ஆனால் ദൈവം അവനെ കണ്ട് പറഞ്ഞ ഒരു പേരുണ്ട്. അവനെ കണ്ട് കർത്താവ് എന്താണ് അറിയാമോ? പരാക്രമശാലിയെ. പലപ്പോഴും നമ്മളുടെ അവസ്ഥ നമുക്കറിയാം, ஆனால் നമ്മളെ കാണുന്ന ദൈവം നമ്മളെ കുറിച്ച് കാണുന്നത് വേറെ വിധമാണ്. നമുക്ക് വായിക്കാം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. വചനം പറഞ്ഞത്, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി മാത്രമല്ല, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ ഒരു ഭയപ്പെടുന്ന സ്വഭാവമുള്ള മനുഷ്യന്റെ അടുക്കൽ ദൈവം പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. നമ്മളിപ്പോ ആ സ്ഥലത്തിൽ നമ്മളെ തന്നെ വെക്കുകയാണെങ്കിൽ കർത്താവ് എന്ത് പറയും? ഗിദെയോൻ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒക്കെ ഭവിക്കുന്നത് എന്ത്? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം മിദ്യാന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ച്? ദൈവം ഉണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തന്റെ നിരാശയും തന്റെ ഇത് ചെയ്ത് ദൈവത്തെ കുറിച്ച് കേട്ടുള്ള വീരപ്രവൃത്തികളൊക്കെ എവിടെ? ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞു, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് ഈ കാനാൻ ദേശത്തിൽ ആക്കിയിട്ടും ഇപ്പോൾ ഞങ്ങൾ ആരുടെ അടിമയാണ്? മിദ്യാന്റെ അടിമയായി ഞങ്ങൾ ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? അപ്പോൾ നമ്മളുടെ ചോദ്യവും ഇത് തന്നെയാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ എന്ന് പല പ്രാവശ്യം നമ്മളും ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ദൈവത്തെ മറന്ന് നമ്മളുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ മാറുമ്പോൾ നമ്മൾ പലപ്പോഴും നാം ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്. ദൈവം അരുളി ചെയ്ത വാഗ്ദാനം എന്തായി? എന്തുകൊണ്ടത് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല? നമ്മൾ പലപ്പോഴും ഈ കണ്ണുകൊണ്ട് നമ്മൾ എന്താണ് ചുറ്റുമുള്ള
കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മൾ കടന്നുപോയ അവസ്ഥകൾ ഇന്നലെ നമ്മൾ എങ്ങനെ കടന്നുപോയി, ഇന്ന് നമ്മൾ എങ്ങനെ കടന്നുപോയി, നാളെ എങ്ങനെ കടന്നു പോകുമെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന സാഹചര്യങ്ങൾ നോക്കി നിങ്ങൾ ദൈവത്തെ സംശയിക്കുന്നു. ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ദൈവം ഇന്നും വിശ്വസ്തനാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ താമസിക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അവിശ്വാസമാണ് ദൈവത്തിന്റെ നന്മകളെ കാണാത്ത വണ്ണം നമ്മളെ പുറകോട്ട് വലിക്കുന്നു. ഇവിടെ ഗിദ്യോൻ ചോദിച്ച്, കർത്താവേ, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ദൈവം എന്ന് പറഞ്ഞ്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ ചോദിച്ച ഒരു ചോദ്യത്തിലും ദൈവം ഉത്തരം പറഞ്ഞില്ല. അവൻ എന്തൊക്കെ ചോദിച്ച്? അനേക കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഇവിടെ ദൈവം പറഞ്ഞത്, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ എന്തായി? പറഞ്ഞ വാക്യം, അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ മിദ്യാന്റെ കയ്യിൽ രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കണത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തു പറഞ്ഞു? അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? കർത്താവ് അവനോട് വിളിച്ചത്, പരാക്രമശാലിയെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ഭയപ്പെടുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഭയപ്പെടുന്ന മനുഷ്യനെ നോക്കിയാണ് കർത്താവ് പറഞ്ഞത്, പരാക്രമശാലിയെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ മിദ്യാനെ നീ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ എക്സ്ക്യൂസ് എന്താണ് പറഞ്ഞത്? അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനേശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ എന്ന് പറഞ്ഞു. എത്ര ദൈവത്തോട് എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്? ദൈവം നിങ്ങളടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കർത്താവ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്യമുണ്ട്, കർത്താവെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് ചെയ്യാൻ പ്രാപ്തിയില്ല. ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ഇത് ചെയ്യണം, ഫറവോന്റെ അടുക്കൽ പോയി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോശ എന്ത് പറഞ്ഞു? ഞാൻ തടിച്ച നാവും വിക്കനും ആയതുകൊണ്ട് എനിക്ക് സംസാര ശേഷിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യും, എനിക്ക് കഴിയത്തില്ല എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. പക്ഷെ വചനം വന്ന്, മോശ സാമർത്ഥ്യമുള്ള മനുഷ്യനാണ്, എന്തുകൊണ്ട് അവർക്ക് തടിച്ച നാവും അല്ലെങ്കിൽ വിക്കനായി തീർന്നു പറഞ്ഞാൽ 40 വർഷക്കാലം അവൻ ആരുടെ കൂടെ ആയിരുന്നു? മരുഭൂമിയിൽ ആടുകൾ മേയ്ക്കുന്ന ജോലിയായിരുന്നു കൊണ്ട്, ആടുകളുടെ ശബ്ദം ആടുകളുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടു. മോശെ ദൈവത്തോട് ഉള്ള കാര്യമാണ് പറഞ്ഞത്, എങ്കിലും ദൈവത്തിനറിയാം യാരെ കൊണ്ട് വിടുവിക്കണം, ഇസ്രായേൽ ജനത്തെ യാരെ കൊണ്ട് വിടുവിക്കണം എന്ന് യാർ തീരുമാനിച്ച്? ദൈവം തീരുമാനിച്ചു. ദൈവം നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഒഴിവ് കഴിവ് പറഞ്ഞാലും നിങ്ങളെ ദൈവം വിടത്തില്ല. നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തു പോയാലും ദൈവം
നിങ്ങളെ വിടത്തില്ല. നിങ്ങൾ എവിടെ പോയാലോ നിങ്ങൾക്ക് ഒരു നന്മയും ലഭിക്കത്തില്ല. നിങ്ങൾ ദൈവസ്ഥാനിൽ മാനസാന്തരം തിരിച്ചു വന്നാൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും. നമുക്ക് രക്ഷപ്പെടാം. ഒഴിവ് കഴിവുകളൊക്കെ പണിഞ്ഞ് നമുക്ക് രക്ഷപ്പെടാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലോ ദൈവം നിങ്ങളെ വിടത്തില്ല. അപ്പോൾ ഇവിടെ ഗിദിയോൻ എന്ത് ചെയ്ത്, എക്സ്ക്യൂസ്, മനേശയിൽ എന്റെ കുളം ചെറുതാണ്, ഞാൻ എങ്ങനെ മിദ്യാനെ രക്ഷിക്കും? ഇപ്പോഴും എന്താണ്, പേടിച്ചിട്ടാണ് അവൻ പറയുന്നത്. ഉടനെ 16 വാക്യം പറയുന്നത്, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാനെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. 16 വാക്യത്തിൽ, അതിൽ അവൻ, നിനക്ക് എന്നോട് കൃപ ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ച് തരണമേ. തന്നോട് സംസാരിക്കുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കാതെ ദൈവത്തോട് അവൻ എന്ത് ചെയ്ത്, ഒരു അടയാളം ചോദിച്ച്, അടയാളം ചോദിച്ചപ്പോൾ വചനം പറയുന്നത് അവൻ എന്ത് ചെയ്ത്, ദൈവം അവനോട് ഇടപെടുവാൻ ഇടയായി. അങ്ങനെ ഗിദിയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പാറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത പടകളെയും ഒരുക്കി മാംസം ഒരു കെട്ടിയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ട്, ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദിയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇത്രയും വായിച്ചത്, ഗിദിയോട് സംസാരിച്ച ദൈവം എന്നെ ഇത് ചെയ്ത് അവനെ ഉറപ്പിക്കുവാൻ ഇടയായി. നമ്മൾ ഇത് വായിക്കുമ്പോൾ 23 വാക്യത്തിൽ യഹോവ അവനോട്, നീ ആ സമയങ്ങളിൽ ദൂതന്മാർ പ്രത്യക്ഷനാകുമ്പോൾ, ദൂതനെ അവർ മുഖാമുഖമായി കാണുമ്പോൾ, ആ സമയത്തൊരുതുകൊണ്ട് നേരിട്ട് ദൈവത്തെയോ അല്ലെങ്കിൽ ദൂതന്മാരെ കണ്ടാൽ അവർ മരിക്കുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ്, യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. പക്ഷെ കർത്താവ് ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, അന്ന് രാത്രി തന്നെ അവർക്കൊരു ജോലി കൊടുത്ത്. നമുക്ക് വായിക്കാം 25 വാക്യം അതേ അധ്യായത്തിൽ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് അപ്പനുള്ള കാളിയും വെളുപ്പിലും കുടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വിട്ടുകളാം. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറവ് കൊണ്ട് ഹോമയാകാൻ കഴിയാം. അപ്പോൾ അന്ന് രാത്രി തന്നെ എന്ത് ചെയ്ത്, ദൈവം ഗിദിയോനോട് ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. എന്താണ്? ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള ആശേഷ പ്രതിഷ്ഠയും വെട്ടിക്കളയുക എന്ന് ദൈവം അവനോട് അരുളി ചെയ്തു. അത് മാത്രമല്ല, പ്രത്യേകിച്ച് തന്റെ അപ്പന്റെ ഇളയ കാളയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടു ചെന്ന് എന്ത് ചെയ്യണം? ആ ബാലിന്റെ വെടിപ്പീഠം ഇടിച്ച് മാത്രമല്ല, അതിന്റെ മേൽ യാഗപീഠം പണിത് ഈ ഹോമയാഗം അർപ്പിക്കണമെന്ന് ഒരു അല്ലെങ്കിൽ കൽപ്പന അല്ലെങ്കിൽ താൻ ചെയ്യുക ഇല്ലെന്ന് ചെയ്ത് ദൈവം അവനോട് ഒരു ചെറിയ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സോധന ചെയ്യുവാൻ ഇടയായി. നമുക്ക് വായിക്കാം 27 വാക്യത്തിൽ വായിക്കാൻ കഴിയും. അവൻ എന്ത് ചെയ്തു? ഗിദിയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. ഇവിടെ എന്ത് ചെയ്ത്, ഗിദിയോൻ തന്റെ വേലക്കാർ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ஆனால் അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ
രാത്രിയിൽ അവൻ ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവം അവനോട് പറഞ്ഞ കാര്യം അവൻ ചെയ്ത്. അവൻ ഭയങ്കര പേടിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്റെ കുടുംബത്തെയും നാട്ടുകാരും പേടിച്ച് പകൽ ചെയ്തില്ലെങ്കിലും രാത്രി അവൻ അത് ചെയ്ത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത് അവന്റെ ബലമോ അവന്റെ പൊക്കമോ അല്ല ദൈവം കാണുന്നത്. ദൈവം പലപ്പോഴും കാണുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ്. ആ വ്യക്തിയുടെ മനസ്സ് ഏതുവായിരുന്നാലും ദൈവം അവനെ കണ്ട് അവനെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ അനേകം ഉണ്ടായിട്ടും കർത്താവ് രക്ഷയുടെ പദ്ധതിയെ ഒരുക്കിയത് ആർക്കാണ്? എനക്കും നിങ്ങൾക്കും ദൈവത്തെ അറിയുവാൻ ഇടയാക്കിയത്. ഇത് ദൈവത്തിന് നാം നന്ദി പറയണം, ദൈവം നമ്മളെ കണ്ടതിനായി. നമ്മളും ഇതിനെ പോലെ ഈ ഭൂമിയിൽ നാം ജീവിച്ചാലും നമുക്ക് പലപ്പോഴും എന്തുണ്ട്? ഭയമുണ്ട്, അല്ലെ? നാം ഇപ്പോഴും ഭയത്തോടാണ് ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളെ കാണുന്ന വിധം വേറെയാണ്. കർത്താവ് പറയുന്നത്, ഇതിനെ பார்த்து വിളിച്ചതാണ്, പരാക്രമശാലിയെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന്? എത്ര പേർ? ആകെ 2 പേര് മാത്രമേ കൈപോക്കി. പലർക്കും ഇതില്ല കൂടെ ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. നമ്മൾ വിശ്വാസം അകത്ത് വെച്ചിട്ട് കാര്യമില്ല, അത് പുറത്ത് കാണിക്കണം. നിങ്ങൾ കടന്നുപോയ സാഹചര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കണം. നമ്മൾ കേട്ട് വിശ്വാസത്തെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞ് ആ വിശ്വാസത്തെ ഏറ്റെടുത്ത് സൗഖ്യം പ്രാപിച്ച് ഞാൻ പ്രസിദ്ധി കൊണ്ടല്ല, അത് ജീവിതത്തിൽ പാലിക്കുവാൻ ഇടയായത് കൊണ്ടാണ്. ഇവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം. ஆனால் ദൈവ വചനത്തെ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്നത് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളം, നിങ്ങളാണോ ചെറിയ ചെറിയ ആൾക്കാരല്ല, പേടിക്കുക. നാം ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ദൈവം എന്നോട് കൂടെ ഉണ്ട്. കർത്താവ് എന്നെ ജയമായി നടത്തും, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം വിടുക. നാളെ നിങ്ങൾ എന്താകണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇപ്പോൾ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന നാളെ നിങ്ങൾക്ക് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല. നമുക്ക് ഒരിക്കലും കഷ്ടങ്ങൾ വേണ്ട. നാം സുഖത്തോട് ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ, നമ്മളെ കാട്ടിലും ദൈവം നാം സമാധാനത്തോട് മനനിമ്മതിയോട് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ ചെയ്യുന്ന സ്ഥലവും ദൈവം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. നിങ്ങൾ വിതച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ചെയ്യണം, അത് കർത്താവ് അനുഗ്രഹിച്ച് 100 മേനിയായി നിങ്ങൾ കൊയ്യണം. ഇത് ദൈവത്തിന്റെ നിയമപ്രകാരം നാം ജീവിക്കുമെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇത്രയും പറഞ്ഞത് മനുഷ്യൻ നോക്കുന്ന പ്രകാരമല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ നാണും വളരെ വിലയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് നിങ്ങൾ ചിന്തിക്കരുത്. പകരം നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നെന്ന് നിങ്ങൾ ചിന്തിച്ച് വിശ്വാസത്തോടെ നിങ്ങൾ ഒவ்வொரு നാളും നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അവിടെയാണ് നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയും. ഇവിടെ മിദ്യാനെ വിടുവിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഗിദിയോൻ. ഞാൻ പറയട്ടെ, ബൈബിളിൽ അനേകം പേരെ നമുക്ക് കാണാൻ കഴിയും. ഒവ്വൊരുത്തരും കർത്താവ് തിരഞ്ഞെടുത്ത വിധം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് വായിക്കുമ്പോൾ പൗലോസ് ദൈവസഭയെ തുൻപുറ്റുന്ന മനുഷ്യനായിരുന്നു, അല്ലെ? മക്കൾ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഇതുപോലെ പ്രാർത്ഥന കൂട്ടം ഉണ്ടെങ്കിൽ അവിടെ വന്ന് എന്ത് ചെയ്യും? പ്രശ്നമുണ്ടാക്കും, ആൾക്കാർ പിടിച്ചുകൊണ്ട് ജയിലിടും. ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. പക്ഷെ ദൈവം അവനെ തൊട്ടപ്പോൾ അവൻ ദൈവത്തിന് വേണ്ടി വൈരാഗ്യത്തോടെ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. പുതിയ നിയമത്തിൽ അനേക ലേഖനങ്ങൾ എഴുതിയ വ്യക്തി പൗലോസ് ആയിരുന്നു. അനേക സഭകൾ പൗലോസ് മുഖാന്തരം സ്ഥാപിക്കുവാൻ ഇടയായി. പക്ഷേ പൗലോസ് ജീവിതത്തിൽ എന്തായി? പൗലോസ് പറഞ്ഞു, ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച്. എന്തിനാണ്?
എനിക്കൊരു ശൂലം നൽകപ്പെട്ടിട്ടുണ്ട്. അത് മാറാനായിട്ട് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനക്ക് ഉത്തരം നൽകിയോ? കർത്താവ് ഉത്തരം നൽകി. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, നമുക്ക് വായിക്കാം ആ ഭാഗം. 2 കൊരിന്ത്യർ 12 അതിന്റെ 7 മുതൽ വായിക്കാം. കൊരിന്ത്യർ 12:7 മുതൽ വായിക്കാം. 2 Corinthians chapter 12 verse 7 onwards. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരുന്നു. ഇവിടെ പൗലോസ് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതൻ തന്നെ. 8 വായിച്ചോ? അത് എന്നെ വിട്ട് നീങ്ങിയതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരണു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചു, പക്ഷെ കർത്താവ് എന്ത് പറഞ്ഞ്? എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരണു എന്ന് പറഞ്ഞു. എപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അവളെ ശരീരപ്രകാരമായി ആ ശൂലം അവനെ കുത്തുമ്പോൾ, ആ വേദനയിൽ കഠിനമായി അനുഭവിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിറയപ്പെടുന്നു. എന്റെ ശരീരം ഈ ശൂലം കുത്തുമ്പോഴൊക്കെ വചനം അവന്റെ കൃപ എനിക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരണു എന്ന് പറഞ്ഞ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അപ്പോൾ താൻ കഷ്ടപ്പാട് തന്റെ ജീവിതത്തിൽ ആ വേദന വന്നാൽ അത് പൗലോസ് എങ്ങനെയാണ് കാണുന്നത്? ഇത് പറഞ്ഞു എനിക്ക് നല്ലതാണ്. കാരണം ആ സമയത്ത് ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കും. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബലഹീനനായി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എനിക്കിതൊക്കെ ബലഹീനമാണ്, പക്ഷെ ഞാൻ ഒന്ന് ഓർക്കുന്നു, എന്റെ ബലഹീനതയിൽ ആ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ നിറയപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ബലഹീനത വരട്ടെ, ബുദ്ധിമുട്ടാകട്ടെ, ഉപദ്രവമാകട്ടെ, ചിലപ്പോൾ ഞെരുക്കമാകട്ടെ, നിങ്ങൾ ഒന്ന് ഓർക്കുക, ഇതൊക്കെ വന്നാലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ഞെരുക്കത്തെ മാറ്റുവാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുവാൻ അവന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. അങ്ങനെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം വിളിച്ച ദൈവം, ഞാൻ പറയട്ടെ, വിളിച്ചവൻ നിങ്ങൾ ഒരു നാളും കൈവിടത്തില്ല. പകുതിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മളുടെ ദൈവം. നമ്മൾ നിത്യതയിൽ കൊണ്ടുപോകുമെന്ന് വാക്കുറച്ചവൻ ആ നിത്യതയിൽ കൊണ്ടുപോകും വരെ നമ്മളെ കൈവിടത്തില്ല. അവൻ നമ്മളെ കരം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും പറയുക, ദൈവമേ, ഞാൻ അങ്ങനെ കരം പിടിക്കരുത്, പകരം ദൈവം എന്റെ കരം പിടിക്കണം. ഞാൻ ചിലപ്പോൾ കരം പിടിച്ചാൽ, ഞാൻ പല സാഹചര്യം കാണുമ്പോൾ ഞാൻ കരം വിടവേണ്ടി ഇതാവും. എന്നാൽ ദൈവം എന്റെ ജീവിതത്തിൽ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും അവൻ എന്റെ കരം വിടത്തില്ല. ആ നിത്യതയ്ക്ക് നേതായുള്ള നടത്ത ദൈവം എന്നെ കൊണ്ടുപോകും. ഞാൻ പറയട്ടെ, ഇതെല്ലാം പൗലോസ് എങ്ങനെ സഹിച്ചു? പുതിയ നിയമത്തിൽ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത് കൊണ്ട് തന്റെ ജീവിതത്തിൽ കഷ്ടത വന്നാലും ബലഹീനത വന്നാലും തന്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിന് വേണ്ടി അടികളേറ്റ വ്യക്തികളാണ് പൗലോസ്. ഇതെല്ലാം എങ്ങനെ സഹിച്ച്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കണം, വിശ്വസിക്കാനും എത്ര ഉപദ്രവം വന്നാലും പാടുകൾ വന്നാലും ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് തന്റെ ബലഹീനതയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ് എന്റെ കൃപ നിനക്ക് മതി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും, നിങ്ങൾ കടന്നുപോയ അവസ്ഥയിൽ ചിലപ്പോൾ മനുഷ്യർക്ക് അറിയത്തില്ല, ஆனால் നിങ്ങളെ കാണുന്ന ദൈവമുണ്ട്, നിങ്ങളെ നേസിക്കുന്ന ദൈവമുണ്ട്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമുണ്ട്. അവൻ നിങ്ങൾക്ക് ആവശ്യമായ കൃപകളെ നൽകുവാൻ ഇടവരുത്തും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതുവായിരുന്നാലും ഈ ദൈവത്തെ മുറുകെ പിടിക്കുക.